വചനമൊഴി ഫെബ്രുവരി 25. വചനഭാഗം 1 കോറിന്തോസ് 15, 20, 28, മത്തായിയുടെ സുവിശേഷം 24, 37, 44. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നോഹയുടെ ദിവസങ്ങളിലേതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിനു മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്യിച്ചും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സർവരെയും സംഹരിക്കുന്നതുവരെ അവർ ഒന്നും അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതിനാൽ ഇത് നിങ്ങൾ അറിയുവിൻ, കള്ളൻ രാത്രിയുടെ ഏതു യാമത്തിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും ഭവനഭേദനം ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ മിശിഹായുടെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 3 ഉപമകളിലൂടെയാണ് ഈശോ ഇവിടെ പറയുന്നത്. ഒന്നാമത്, നോഹയുടെ കാലത്തെ ജലപ്രളയം പോലെയായിരിക്കും. ജലപ്രളയത്തിന് മുൻപും ജലപ്രളയത്തിന് ശേഷവുമുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ജലപ്രളയത്തിന് ശേഷം പുതിയ ഒരു ജീവിതമായിരിക്കും. മിശിഹായുടെ വരവോടുകൂടി പുതിയ ഒരു ജീവിതത്തിലേക്കാണ് മനുഷ്യൻ പ്രവേശിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. രണ്ടാമത് പറയുന്നത്, ബാഹ്യമായി ഒരേപോലെ പ്രവർത്തിക്കുന്ന 2 പേരുടെ കാര്യമാണ്. എന്നാൽ അവരിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. ബാഹ്യമായ നോട്ടത്തിൽ 2 പേരും ഒരേ കാര്യം തന്നെ ചെയ്യുന്നുവെങ്കിലും കർത്താവ് വിധിക്കുന്നത് ബാഹ്യമായ പ്രവൃത്തികൾ നോക്കിയല്ല, മറിച്ച് ആന്തരികമായ അവസ്ഥയാണ് എന്ന സൂചനയാണ്. ബാഹ്യമായി ഒരേ വിധത്തിലായിരുന്നുവെങ്കിലും അവര് വിധിക്കപ്പെടുമ്പോൾ 2 വിധത്തിൽ വിധിക്കപ്പെടുന്നു. കർത്താവ് ബാഹ്യമായ രൂപത്തേക്കാൾ ആന്തരികമായ ഭാവമാണ് നോക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. മൂന്നാമത്, മിശിഹായുടെ വരവിനെക്കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് കള്ളൻ രാത്രിയുടെ ഏത് യാമത്തിൽ വരുമെന്ന് അറിയാത്ത വീട്ടുടമസ്ഥനെ പോലെയാണ്. മിശിഹായുടെ വരവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഏതു നിമിഷവും ജാഗ്രതയോടെ വർത്തിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. മിശിഹ ആഗതമാകുമ്പോൾ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആന്തരികമായ വിശുദ്ധിയോടുകൂടിയും ബാഹ്യമായ ഒരുക്കത്തോടെയും ഏതു നിമിഷവും തയ്യാറായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിപ്പിക്കുന്നു. ഏതു നിമിഷവും മിശിഹായെ കണ്ടുമുട്ടുവാൻ, മിശിഹായുടെ ആഗമനം സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.